ഏത് നേതാവാണെങ്കിലും ഏത് രാഷ്ട്രീയ നേതാവാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ആ പദവിക്ക് യോഗ്യനല്ല എന്നുള്ളതാണ്. പദവിക്ക് എന്ന് മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി ഇരിക്കാൻ പോലും യോഗ്യനല്ല എന്നുള്ളതാണ്. കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അയാൾ പുരുഷന്മാരെ മാത്രമല്ല, അയാളുടെ അരികിൽ സ്ത്രീകൾക്കും വരേണ്ടി വരും. അപ്പൊ അവർക്കും മാന്യമായിട്ട് ഇടപെടാനും ജീവിക്കാനും കഴിയണം. അത്തരത്തിൽ പെരുമാറുന്ന രാഷ്ട്രീയക്കാർ മാത്രമേ നമ്മുടെ സമൂഹത്തെ, അത്തരത്തിൽ പെരുമാറുന്ന പുരുഷന്മാർ തന്നെ അങ്ങനെ ആയിരിക്കണമെന്നാണ്. എന്നാൽ പോലും രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ധാർമ്മികത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ അത് ഏത് പാർട്ടിയിലാണെങ്കിലും രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ല, സ്ഥാനങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതല്ലെങ്കിൽ കൃത്യമായി അത് തിരുത്തി മുന്നോട്ട് വരാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. റിനിക്ക് ഈ പരാതി പുറത്തു പറഞ്ഞ ശേഷം, പരസ്യമായി പ്രതികരിച്ച ശേഷം നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ അതും നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഉറപ്പായിട്ടും ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്ന പെൺകുട്ടിയുടെ മുഖമടക്കം പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇതാണ് ആ പെൺകുട്ടി എന്ന് പറയുന്ന കാബാലികരും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എറിഞ്ഞിട്ട് കൊടുക്കുകയാണ് ആക്രമിക്കാൻ വേണ്ടി. ഈ രൂപത്തിൽ കാര്യങ്ങളൊക്കെ നടന്ന ശേഷമാണ് ഇപ്പോൾ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ റിനി, അപാരമായ ധൈര്യമുണ്ടെങ്കിലല്ലേ പരാതിപ്പെടാനാകൂ. അത് ഇത്ര കാലം മാറിയിട്ടും, ഇപ്പോൾ ശക്തമായി പ്രതികരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇത്ര കാലം മാറിയിട്ടും ആ സ്ഥിതിക്ക് വ്യത്യാസമില്ല എന്നുള്ളതല്ലേ കാണേണ്ടത്. നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് കൃത്യമായി വളരെ സ്ത്രീ വിരുദ്ധമായ ഒരു സമൂഹമാണ് ഇപ്പോഴും എന്ന് പറയേണ്ടി വരും. പ്രബുദ്ധ ജനത എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും സ്ത്രീ വിഷയങ്ങളിൽ കൃത്യമായ സ്ത്രീ വിരുദ്ധത ഉള്ളവരാണ് ഒരുപാട് പേര്. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വളരെയധികം പേരും ഇപ്പോഴും സ്ത്രീ വിരുദ്ധത തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടിയെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു ദുരനുഭവം എന്ന് പറയുന്നത്, ഇനിയും അവൾ പലതരത്തിലുള്ള ആക്രോശങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഇരയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവരുടെ പേര്, അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ ചിത്രങ്ങളൊക്കെ പുറത്തുവിടാനും അവരെ വ്യക്തിപരമായി ഹത്യ ചെയ്യാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. ക്യാരക്ടർ അസാസിനേഷൻ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷെ അപാരമായ ധൈര്യം വേണം എന്നുള്ള കാര്യം വളരെ ഇതായിട്ടുള്ള, പ്രത്യേകിച്ച് പ്രശസ്തനായ ഒരു വ്യക്തിയാണ് പ്രതിയായി നിൽക്കുന്നത് എങ്കിൽ അപാരമായ ധൈര്യം വേണമെന്ന് മാത്രമല്ല, നീതിന്യായ വ്യവസ്ഥയെ പോലും മാറ്റിമറിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള, ഇപ്പൊ ഇതൊരു സാധാരണ പുരുഷനായിരുന്നു ഇവിടെ പ്രതിസ്ഥാനത്തെങ്കിൽ ഒരുപാട് ജനങ്ങൾ ഈ പെൺകുട്ടിയുടെ ഒപ്പം നിൽക്കുമായിരുന്നു. പക്ഷെ ഏതെങ്കിലും രീതിയിൽ റീൽസിൽ കൂടെയോ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു പ്രശസ്തി നേടുന്ന ഒരു പുരുഷന് ഇവിടെ എന്തുമാകാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ട് എന്നുള്ളത് നമ്മൾ മാറ്റേണ്ട കാര്യമാണ്. അതിനൊരു ധൈര്യമായി ഈ പെൺകുട്ടി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അത് എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. ഈ ഒരു ധൈര്യം ഈ പെൺകുട്ടിയിൽ നിന്നു പോകരുത്. ഇനിയും ആക്രമിക്കപ്പെട്ടവരും ഉപദ്രവിക്കപ്പെട്ടവരുമായ സ്ത്രീകൾ ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളും മുന്നോട്ട് വരണം. നിങ്ങളുടെ നീതി നടപ്പാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ജീവിതത്തിൽ നിങ്ങൾ പോരാടി മുന്നോട്ട് വരണം എന്ന് തന്നെയാണ്. ഇത് ഇവിടെ അവസാനിക്കേണ്ടതല്ല. ഒരു വിഷയമല്ല, ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ അല്ല എന്നുള്ളത് തെളിയിക്കേണ്ടത് സ്ത്രീകളുടെ, ഈ അനുഭവം നേരിട്ട സ്ത്രീകളുടെ ബാധ്യത കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് വരിക. ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ധൈര്യം ഈ സമൂഹത്തിലെ മറ്റു പെൺകുട്ടികൾക്കും വരാൻ പോകുന്ന പെൺകുട്ടികൾക്കും നമ്മുടെ അനുജത്തിമാർക്കും സന്തോഷകരമായി മാന്യമായി ഈ സമൂഹത്തിൽ നിലകൊള്ളാൻ ഒരു കാരണമാകും. അതുകൊണ്ട് തന്നെ അതിജീവിതമാരെല്ലാവരും മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.